ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. 18 പുരാണങ്ങളിൽപ്പെട്ട ഒരു പുരാണമാണ് സ്കന്ദ പുരാണം. ഈ ഗ്രന്ഥത്തിൽ 81,000-ലധികം ശ്ലോകങ്ങളുണ്ട്. കൂടാതെ ശൈവ സാഹിത്യത്തിൽ പെട്ടതാണ് സ്കന്ദപുരാണം. ശിവന്റെയും പാർവതിയുടെയും മകനായ സ്കന്ദന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിന് സ്കന്ദന്റെ പേരാണ് നൽകിയിരിക്കുന്നതെങ്കിലും ശിവനുമായി ബന്ധപ്പെട്ട മറ്റ് പുരാണങ്ങളെ അപേക്ഷിച്ച് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൂടുതലോ കുറവോ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നില്ല. യുദ്ധദേവനായ സ്കന്ദനുമായി ബന്ധപ്പെട്ട ഹിന്ദു പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും ഈ വാചകം ഒരു പ്രധാന ചരിത്രരേഖയായും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്കന്ദപുരാണം എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിലാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ആധുനിക യുഗത്തിൽ നിലനിൽക്കുന്ന സ്കന്ദപുരാണം പല പതിപ്പുകളിലും നിലവിലുണ്ട്. ഇത് ഒരു ജീവനുള്ള ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ഇത് നിരവധി നൂറ്റാണ്ടുകളായി വ്യാപകമായി എഡിറ്റ് ചെയ്യപ്പെട്ടു, നിരവധി വകഭേദങ്ങൾ സൃഷ്ടിച്ചു. പുരാണങ്ങൾ വംശാവലി, ധർമ്മം, ഉത്സവങ്ങൾ, രത്നശാസ്ത്രം, ക്ഷേത്രങ്ങൾ, ഭൂമിശാസ്ത്രം, സദ്ഗുണങ്ങളെയും തിന്മകളെയും കുറിച്ചുള്ള ചർച്ച, ദൈവശാസ്ത്രം, പരമാത്മാവും യഥാർത്ഥ അറിവിന്റെ ഉറവിടവുമായ ശിവന്റെ സ്വഭാവം, ഗുണങ്ങൾ എന്നിവയെ വിജ്ഞാനപരമായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1898-ൽ ഹരിപ്രസാദ് ശാസ്ത്രിയും സെസിൽ ബെൻലാനും ചേർന്ന് നേപ്പാളിലെ ഒരു കാഠ്മണ്ഡു ലൈബ്രറിയിൽ നിന്ന് ഗുപ്തലിപിയിൽ എഴുതിയ സ്കന്ദപുരാണത്തിന്റെ ഒരു പഴയ താളിയോല കയ്യെഴുത്തു പ്രതി കണ്ടെത്തി. പാലിയോഗ്രാഫിക് അടിസ്ഥാനത്തിൽ അവർ കയ്യെഴുത്തു പ്രതി AD 8-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു. ഈ കാലത്തിനു മുൻപ് യഥാർത്ഥ വാചകം നിലവിലുണ്ടായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ചിത്രരഥത്തെക്കുറിച്ചുള്ള പുണ്യസ്ഥലങ്ങളും വിശദാംശങ്ങളും ഈ വാചകം വിശദമാക്കുന്നുണ്ടെങ്കിലും അതിനാൽ അതിനു മുമ്പുള്ള ഉത്ഭവം ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം സ്കന്ദപുരാണത്തെപ്പറ്റി പറയുന്നു. ശൈലീപരമായി സ്കന്ദപുരാണം മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. കൂടാതെ അതിൻ്റെ രചയിതാക്കൾ മഹാഭാരതത്തിൽ നിന്ന് കടമെടുത്തതാണെന്ന് തോന്നുന്നു. രണ്ട് ഗ്രന്ഥങ്ങളിലും രാമായണത്തിൽ കാണാത്ത സമാനമായ സ്കന്ദപുരാണം 18 മഹാപുരാണങ്ങളിൽ വലുപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഒന്നാണ്. ഇതിൽ 81,000-ലധികം ശ്ലോകങ്ങളുണ്ട്. ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദങ്ങളും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വിവരണങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിന് 7 കാണ്ഡങ്ങളുണ്ട്. മഹേശ്വര, വൈഷ്ണവ, ബ്രഹ്മ, കാശി, അവന്ത്യ, നാഗര, പ്രഭാസ മുതലായവയാണ് ഖണ്ഡങ്ങൾ. 18 പുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്ദപുരാണം. പ്രധാനമായും കാർത്തികേയൻ, ശിവൻ, പാർവതി എന്നിവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഭൃഗു മഹർഷിക്ക് സ്കന്ദൻ ഈ പുരാണം ഉപദേശിച്ചു നൽകുന്നു. തുടർന്ന് അത് ഭൃഗു, അങ്കിരസ്, ചവന്യൻ, ഋചികൻ എന്നിവരിലൂടെ സൂത പുരാണികയിലേക്ക് എത്തുന്നു. ഇതിന് 7 പ്രധാന ഖണ്ഡങ്ങളുണ്ട്. മഹേശ്വരഖണ്ഡം, വൈഷ്ണവഖണ്ഡം, ബ്രഹ്മഖണ്ഡം, കാശീഖണ്ഡം, അവന്ത്യഖണ്ഡം, നാഗരഖണ്ഡം, പ്രഭാസഖണ്ഡം.